പിന്നെ ഇപ്രാവശ്യത്തെ പഴുത്ത ചക്ക കിട്ടി എല്ലാവർക്കും. ഇവിടെ 1-2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അയൽവാസികൾ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. 2 കപ്പ് വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കൂഴച്ചക്ക വേണമെങ്കിലും എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് അതിലും ചെയ്യുന്നത്. 1.5 കപ്പ് മൈദയിലേക്ക് ഒരു 1/4 കപ്പ് ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കട്ടെ കേട്ടോ. ഇതുപോലെ ഉണ്ടല്ലോ, നമ്മൾ വിരലൊക്കെ മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കോട്ടായിട്ട് പിടിക്കണം. ഇനി അതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ബാറ്റർ ചേർത്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്നാലും ഇതുപോലെ നല്ല പോലെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, തിരിച്ചും മറിച്ചോട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മളങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചക്ക കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂഴച്ചക്ക കിട്ടിയാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.